നമുക്കിന്നെ ഓനിയൻ സാലഡ് വിത്ത് ബോയിൽഡ് എഗ് തയ്യാറാക്കിയാലോ? അപ്പോൾ വലിയ വർത്താനൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. നമ്മൾ സാധാരണയായിട്ട് പുഴുങ്ങിയ മുട്ടയുടെ കൂടെ കുറച്ച് ഉള്ളി സാലഡൊക്കെ കൂട്ടി കഴിക്കാറില്ലേ? അതിനൊന്നും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 7 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. അതിതാ പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒനിയൻ സാലഡ് നമുക്ക് തയ്യാറാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവോള എടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കാം. ഞാനിവിടെ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ഇനി നിങ്ങൾ കൈവച്ചാണ് ചെയ്യുന്നെങ്കിൽ തീരെ കുനുകുന ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. 2 പച്ചമുളക് ചെറുതിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ്. ഇനി കുട്ടികൾക്ക് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. കുട്ടികൾക്ക് കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഒഴിവാക്കാൻ പകരം ഒരു നുള്ള് കുരുമുളക് പൊടിയോ അതല്ലെങ്കിൽ ചുവന്ന മുളകിന്റെ പൊടിയോ ചേർത്താൽ മതി. വളരെ കുറച്ച് മാത്രം കേട്ടോ. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പൈസ് ലെവൽ അതനുസരിച്ച് ചേർക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ ക്യാരറ്റും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ അത് ഇഷ്ടത്തോടുകൂടി കഴിച്ചോളും. പക്ഷെ ഇത് കമ്പൽ ചെയ്ത് തീറ്റിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർ ഈസി ആയിട്ട് അത് കഴിച്ചോളും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. നമ്മള് ക്യാരറ്റും ഒനിയനും അതുപോലെ പച്ചമുളകും ഇതാ ഈ ഒരു പരുവത്തില് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര, ഒരു നുള്ളു മാത്രം മതി കേട്ടോ. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ ബ്ലെൻഡ് ആയിട്ട് വരണം. നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ വേണമെങ്കിൽ ഇട്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ഒരു പാകത്തിനായോ എന്ന് കൂടെ ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, ഇത് നമുക്ക് നടുവേ, അതായത് പകുതിയായിട്ട് മുറിക്കാം. ഓരോ മുട്ടയുടെ പീസിലും ഓരോ ടീസ്പൂൺ വീതം നമുക്ക് ഈ സാലഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ പുഴുങ്ങിയ മുട്ടയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സാലഡ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. കറക്റ്റ് അതിന്റെ മുകളിൽ തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ കോരി സാലഡ് കൂടെ എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടയുടെയും മുകളിലോട്ട് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓനിയൻ സാലഡ് ഉണ്ടല്ലോ, ഓനിയൻ ക്യാരറ്റ് സാലഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓനിയൻ സാലഡ് വിത്ത് ബോയിൽഡ് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പാത്രം കാലിയാവുന്ന വഴി തന്നെ നിങ്ങൾ അറിയില്ല.